ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് വണ്ടി അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ തട്ടും മുട്ടുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് വീടിന്റെ ഗേറ്റിനൊരുക്കാം, അല്ലെങ്കിൽ മതിലിനൊരുക്കാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെറുതായിട്ട് തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒരാളെ ഒരിക്കലും തട്ടാൻ വേണ്ടിയിട്ട് പാടില്ല, ചെറുതായിട്ട് പോലും ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കാണുന്നവരോടും പറയാറുണ്ട്. ആർട്ട് ഓഫ് ഡ്രൈവിംഗിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തൊക്കെ എല്ലാവരോടും ആദ്യം ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്: ഒരാളുടെ ദേഹത്തും ഒരിക്കലും തട്ടാൻ വേണ്ടിയിട്ട് പാടില്ല. അത് കൂടാതെ ആളുടെ ദേഹത്ത് മാത്രമല്ല കേട്ടോ, ജീവികളുടെ ദേഹത്തും. ഇപ്പൊ പൂച്ച, പട്ടി തുടങ്ങിയവയൊക്കെ ഉണ്ടാവും, പശുക്കൾ ഉണ്ടാവും റോഡിൽ. ചില ആളുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട് ഈ പൂച്ചേനെയൊക്കെ കുത്തിയിട്ട് പോവുക, അല്ലെങ്കിൽ പട്ടീനെ തട്ടിയിട്ട് പോവുക. ഇങ്ങനെയുള്ള ടെൻഡൻസി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ആരുടെയും ദേഹത്ത് തട്ടാത്ത രീതിയിലായിരിക്കണം വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത്. ഇനി ഇന്നത് പറയാനൊരു കാരണമുണ്ട്. ഞാൻ 2 ദിവസം മുന്നേ കോഴിക്കോട് ഹോട്ടൽ റൂമിൽ വെച്ചിട്ട് ഒരാളെ പരിചയപ്പെട്ടു. ഞാൻ കാണുന്ന സമയത്ത് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. നെറ്റിക്ക് പരിക്കുണ്ട്, മുട്ടിന് പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട്. കംപ്ലീറ്റ് അവിടെ ഇവിടെയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് ഉള്ളത്. ചോര വരുന്ന ഒരു കണ്ടീഷനിലുണ്ട്. അതായത് ഡ്രസ്സ് ചെയ്തതിന്റെ മേലേക്ക് ഇങ്ങനെ ചോര കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്. ഇങ്ങനെ നടക്കാൻ പറ്റാണ്ട് പതിയാണ് ഹോട്ടൽ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു എന്താ പറ്റിയത്? അപ്പോൾ പറഞ്ഞ ആക്സിഡന്റ് ആയതാണെന്ന്. എങ്ങനെയാണ് ആക്സിഡന്റ് ആയതെന്ന് അറിഞ്ഞപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് തന്നെ. ശരിക്കും സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് സ്കൂട്ടിയിൽ രാത്രി ഡ്രൈവ് ചെയ്യുന്നുണ്ടായി കോഴിക്കോട് ടൗണിനടുത്ത് വെച്ചിട്ട്. അപ്പോൾ ഒരു കാറ് വന്നിട്ട് ഇടിച്ചതാണ്. സംഭവം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കാറ് വന്നിട്ട് ഇടിച്ച സമയത്ത് ഇയാൾ തെറിച്ച് വീണു. സ്വാഭാവികമായിട്ടും തെറിച്ച് വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കാറുകാരൻ എന്താ ചെയ്യേണ്ടത്? നിർത്തി ആളെ നോക്കൂലേ? അതിന് പകരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കാറുകാരൻ കുറച്ചപ്പുറം പോയിട്ട് വണ്ടി നിർത്തി, എന്നിട്ട് ഡോറ് തുറന്നിട്ട് നോക്കി എന്താ പറ്റിയെന്ന്. അപ്പോൾ നോക്കുന്ന സമയത്ത് ആളിങ്ങനെ കമഴ്ന്ന് വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ കണ്ട സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നറിയോ? വേഗം വണ്ടിയിൽ കയറിയിട്ട് രക്ഷപ്പെട്ടു. എങ്ങനെയുണ്ട് സംഭവം? അടിപൊളിയല്ലേ കേൾക്കുമ്പോൾ? ഇതാണ് നടന്നത്. ഇയാൾ കുറേ സമയം അവിടെ കിടന്നു, ബോധമില്ലാണ്ട് കിടന്നു. ആരൊക്കെയോ ചേർന്ന് ഹെൽപ്പ് ചെയ്ത് ഇയാളെയും വണ്ടിയൊക്കെ അവിടുന്ന് എടുത്തു മാറ്റി. ഇയാളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഓൾമോസ്റ്റ് ഓക്കെ ആക്കിച്ചു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു. റെഡിയാക്കി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചുകൊണ്ടെന്നാക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഇപ്പം മനസ്സിലായില്ലേ? വണ്ടി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ, ഒരാളെ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? രക്ഷപ്പെട്ടു പോവുകയാണോ വേണ്ടത്? എന്തൊരു മനസാക്ഷി ഇല്ലായ്മയാണ് ഇവിടെ കാണിച്ചത് ആ ഡ്രൈവർ. അപ്പം ഇയാൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിലോ? കമന്നടിച്ച് വീണത് കണ്ടിട്ടാണ് അയാൾ പോയത്. അപ്പം എന്താ പറ്റിയെന്നൊന്നും അയാൾക്ക് മനസ്സിലായില്ല. വണ്ടി തട്ടിയെന്ന് അയാൾക്ക് മനസ്സിലായി. ഇനി എന്റെ മേല് കുറ്റം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾ ആ സ്പോട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അബദ്ധവശാൽ ഇനി ആരെങ്കിലുമൊക്കെ തട്ടുകയോ മുട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് അയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ കാര്യം പലർക്കും അറിയില്ല. ചിലവർ പേടിച്ചിട്ട് ചെയ്യാതിരിക്കും. എന്റെ തലയിലായി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. നിങ്ങൾ പേടിച്ചിട്ട് ചെയ്യാതിരിക്കണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യം ചെയ്തിരിക്കണം. ഇനി ഒരു കാര്യം, ഇനി നിങ്ങളെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വഴികളുണ്ട്. CCTVയും കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരാളെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മനുഷ്യത്വം എന്നത് ഒരിക്കലും നമ്മളിൽ നിന്നും കൈവിട്ട് പോകാതിരിക്കുക. മനുഷ്യത്വം വേണം. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കിയുള്ള ഫോർമാലിറ്റീസിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എമർജൻസി നിങ്ങൾക്ക് ആംബുലൻസിനെ വിളിക്കാം, അഥവാ വേറെ വണ്ടി ഉണ്ടെങ്കിൽ അതിനെ കൈ കാണിച്ച് ഇയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ കേസ് ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ ഒരു ഇളവ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ പറ്റിപ്പോയി. മനുഷ്യ സഹജമാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോവും നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും. അങ്ങനെ പറ്റിയിട്ടും അയാൾ കാര്യങ്ങളൊക്കെ ചെയ്തു, ജീവൻ രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരിഗണന നിങ്ങൾക്ക് ലഭിക്കും. ഇതൊന്നും അല്ലാതെ നിങ്ങളെ ഒരാളെ തട്ടിയിട്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ ചേസ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും ട്രേസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ദേഷ്യം ഇരട്ടിയായിരിക്കും. ഇനിയിപ്പോൾ ഒരു നിയമം പറയുമ്പോൾ തന്നെ ആളുകൾ ആദ്യം പറയുന്ന കാര്യം ഇതാണ്: അവൻ തട്ടിയിട്ട് തിരിഞ്ഞു നോക്കാതെ പോയ ആളാണ്, മാക്സിമം ശിക്ഷ ലഭിക്കണം എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കി വെക്കരുത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഞാൻ ഇതിനു മുമ്പ് വായിച്ചൊരു ന്യൂസ് നിങ്ങളോട് പറയാം. ഏതോ ഒരു നാട്ടില്, നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്, വേറൊരു സംസ്ഥാനത്ത് ഒരാൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു പട്ടീനെ തട്ടിയിട്ടു. അയാൾ എന്താ ചെയ്തതെന്നറിയോ? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നേരെ വിടും, കുറച്ചും കൂടി സ്പീഡ് കൂട്ടും. അയാൾ ചെയ്തത് എന്താണെന്നറിയോ? അവിടെ വണ്ടി നിർത്തി ഈ പട്ടീനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഓക്കെ ആക്കി. അയാൾ അവിടെ റൂം എടുത്ത് നിന്നു എന്നാണ് പറഞ്ഞത്. ട്രീറ്റ്മെന്റ് കൊടുത്ത് ഓക്കെ ആക്കിയിട്ട്
പിന്നെ ആണ് പിന്നീട് പോയത്. സ്ട്രീറ്റ് ഡോഗിനെ രക്ഷിച്ച കഥയാണിത്. അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. വെറുതെ മലയാളി എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കാൻ നമുക്ക് പറ്റണം, ഒരു മാതൃകയാവാൻ പറ്റണം നമുക്ക്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. എന്തായാലും വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.